ഇവിടെ ഒരു ഹീറോയിൻ അറിയാതെ തന്നെ അവളുടെ അടുത്ത് നിന്നിരുന്ന ഒരു യുവാവിന്റെ മുകളിലേക്ക് ഇടിച്ചു പോകും. അവനോട് സോറി പറയാൻ തിരിഞ്ഞപ്പോൾ ആ യുവാവ് ഹീറോയിന്റെ ബോയ് ഫ്രണ്ട് ആണെന്നും 8 വർഷങ്ങൾക്ക് മുമ്പ് ഇരുവരും പ്രണയത്തിലായിരുന്നു എന്നും അവൾ തിരിച്ചറിയുന്നു. അവൾ അവന്റെ മുഖം പിടിച്ച് ഇപ്പോഴും നീ ജീവനോടെ തന്നെയുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നാൽ ഹീറോയ്ക്ക് അവളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവൻ അവളെ തള്ളിമാറ്റിക്കൊണ്ട് പോകുന്നു. യഥാർത്ഥത്തിൽ 8 വർഷങ്ങൾക്ക് മുമ്പ് അവർ ഇരുവരും സ്കൂൾ കാലത്ത് പ്രണയത്തിലായിരുന്നു. പക്ഷേ ഹീറോ പ്രതീക്ഷിക്കാതെ ഒരു വലിയ അപകടത്തിൽപ്പെടുന്നു. ആ അപകടത്തെ തൊട്ട് അവന്റെ പഴയ ഓർമ്മകളൊക്കെ നഷ്ടപ്പെടുന്നു. എന്നാൽ അവന്റെ നോട്ട്ബുക്കിൽ ഹീറോയിന്റെ ഒരു പെയിന്റിംഗ് സൂക്ഷിച്ചിരുന്നു. അത് അവന്റെ അപ്പൂപ്പൻ കണ്ടെത്തുകയും ഈ പെൺകുട്ടിയാണ് അവന്റെ ആദ്യ പ്രണയമെന്ന് മനസ്സിലാക്കി ആ പെൺകുട്ടിയെ തേടാൻ തുടങ്ങും. അന്വേഷണത്തിനിടെ ആ പെയിന്റിംഗിലുള്ള മുഖം ഒരു പ്രശസ്ത നടിയുടെ മുഖത്തോട് ഏറെ സാമ്യമുണ്ടെന്ന് കണ്ടെത്തുന്നു. അതുകൊണ്ട് തന്നെ ആ നടിയെയും ഹീറോയെയും വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി ആ അപ്പൂപ്പൻ തീരുമാനിക്കുന്നു. എന്നാൽ ആ പെൺകുട്ടി വളരെ മോശക്കാരിയാണെന്ന് അയാൾക്കറിയില്ലായിരുന്നു. ആ നടി താൻ ഗർഭിണിയാണെന്ന കാര്യം മറയ്ക്കാൻ വേണ്ടി തന്റെ അതേ രൂപസാദൃശ്യമുള്ള ഹീറോയിനെ ഹയർ ചെയ്യുന്നു. അവളെ ഹീറോയിന്റെ വീട്ടിലേക്ക് താമസിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഹീറോയിൻ അവളുടെ അച്ഛന്റെ വലിയ കടബാധ്യതയും അമ്മയുടെ ആരോഗ്യ പ്രശ്നങ്ങളെയും ചിന്തിച്ചുകൊണ്ട് സമ്മതിക്കുന്നു. ഹീറോയ്ക്ക് ആ നടിയെ ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഈ കല്യാണത്തിനും ഒട്ടും സമ്മതമല്ലായിരുന്നു. തന്റെ കൂടെയുള്ളത് ആ നടിയാണെന്ന് കരുതി അവൻ അവളോട് കയർത്ത് സംസാരിക്കുന്നു. ഒരു ദിവസം ഹീറോയുടെ വീട്ടിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഡിന്നർ കഴിക്കുമ്പോൾ അപ്പൂപ്പൻ ഡിന്നറിലേക്ക് എന്തോ കലർത്തുന്നു. അതിന്റെ ഫലമായി ഹീറോയും ഹീറോയിനും ഒരേ മുറിയിൽ നിന്നും കണ്ണു തുറക്കുന്നു. നീ ആരാണ്, എന്നെ എന്തിനാണ് വഞ്ചിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ച് ഹീറോയിനോട് വഴക്ക് പറയാൻ ഹീറോ പോകുന്നു. എന്നാൽ ഹീറോയിന്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അവൻ എന്തെന്നില്ലാതെ ആകർഷണവും സ്നേഹവും തോന്നുന്നു.